നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം എവിടെയെങ്കിലും ഈ ലോകത്ത് ഒരു നിധി കാത്തിട്ടുണ്ടാവുമെന്ന് നമ്മളെപ്പോഴും വിശ്വസിക്കാറില്ലേ? എൻ്റെ ജീവിതത്തിലെ 14 വർഷങ്ങളിലെ ആ സ്കൂൾ ജീവിതം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസം ഈ അവസാനമായിട്ട് പോകുന്ന ദിവസം അമ്മ അവിടെ തന്നെ കാത്തു നിന്നിരുന്നു കേട്ടോ. എൻ്റെ കഴിഞ്ഞ 14 വർഷങ്ങളിൽ ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇവർ മാത്രമല്ല, ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരെയും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ കാണുന്ന അമ്പലം കണ്ടോ, ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കേട്ടോ. പരീക്ഷ സമയമാകുമ്പോൾ മാത്രം ഞങ്ങൾ അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഈ കഴിഞ്ഞ 14 വർഷം ഞാൻ ഇത്രയധികം എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എൻ്റെ സ്വന്തം കൂട്ടുകാർക്കുള്ളതാണ് കേട്ടോ. എൻ്റെ സങ്കടത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ കൂടെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ, ഇനിയും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവർ. ഇന്ന് ഈ അവസാന ദിവസം ഇവരെയൊക്കെ വിട്ടുപിരിയുമ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം. ഇവരുമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കുന്നുള്ളത് സത്യം തന്നെയാണെങ്കിലും ഇനി ഒരിക്കൽ കൂടെ ഞങ്ങൾ ആ ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരിക്കില്ല. ഇനി ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ആ ബെഞ്ചിലിരിക്കില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നു സ്കൂൾ ജീവിതം ഒരിക്കലും അവസാനിക്കാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷേ അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇത് എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ റിയലൈസ് ചെയ്യാണ്, എനിക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ കാത്തുവെച്ച നിധികളാണ് ഇവരോരോരുത്തരും എന്ന്.